അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ടിൻജി ജോൺസൺ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടും ഒരു കുഞ്ഞിൻ്റെ ഭാഗ്യം എനിക്കുണ്ടായിരുന്നില്ല. നിരവധി ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിലും ഒന്നും ഇതായില്ലായിരുന്നു. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സൊക്കെ എന്നോട് പറഞ്ഞു, ഇനി ട്രീറ്റ്മെൻറ്റൊക്കെ ഉപേക്ഷിക്ക്, അത് കഴിഞ്ഞിട്ട് മതി ട്രീറ്റ്മെൻറ്റ്, നിനക്ക് കൊച്ചുങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നിങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ദൈവത്തിനോടും മാതാവിനോടും എല്ലാം പ്രെയർ ചെയ്യുമായിരുന്നു ആദ്യമെങ്കിലും. പിന്നെ വിശ്വാസമൊക്കെ ഒരുപാട് കുറഞ്ഞു ഞാൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നാട്ടിൽ ഇങ്ങനെ വരാനിടയായിരുന്നു. അന്നേരം എൻ്റെ വലിയ മമ്മി കൃപാസനത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുകയും അപ്പോൾ എനിക്ക് ഇവിടെ വന്നൊരു സാക്ഷ്യം എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പിന്നെ അവരിവിടെ വന്ന് കൃപാസനത്തിൽ സാക്ഷ്യം എടുത്ത് അതിൻ്റെ കുറേ ടെസ്റ്റമനീസൊക്കെ എനിക്ക് അയച്ചു തരുമായിരുന്നു. അപ്പം ഞാൻ കൂടുതലും ഒരു ചേച്ചി പറഞ്ഞായിരുന്നു, 13 വർഷം കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരുണ്ടായിരുന്നില്ല, ഇവരിവിടെ വന്നിട്ട് ടെസ്റ്റമനി എടുത്തു, എന്നിട്ട് ഒരു കുഞ്ഞുണ്ടായി എന്ന്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയറായി. ഞാനപ്പം അത് ഓർത്ത് നന്നായി പ്രാർത്ഥിച്ചു, മാതാവേ നീയും എനിക്കിങ്ങനെ ഒരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 9, 2022 വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞാനിവിടെ അച്ഛനെ കാണാനായിട്ടും നിന്നു. പക്ഷേ എനിക്ക് സമയം കിട്ടാഞ്ഞ വെച്ചാൽ അച്ഛനെ കാണാൻ പറ്റില്ല. അപ്പോൾ അച്ഛനിവിടെ പറഞ്ഞായിരുന്നു, എന്നെ കാണുന്നതിനേക്കാളും മാതാവിനോട് നിങ്ങളുടെ സങ്കടം പറഞ്ഞിട്ട് നിങ്ങൾ പോവും. അപ്പം ഞാൻ ഓക്കെ, എനിക്ക് വേറെ വഴിയില്ല. അപ്പം മാതാവിനോട് എൻ്റെ സങ്കടം പറഞ്ഞു, മാതാവേ ഇന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നു, അടുത്ത കൊല്ലം ഈ സമയത്ത് നീ എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് നേർന്നു. ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂരിന് തിരിച്ചു പോയി. അവിടെ എൻ്റെ പേഷ്യൻസിന് ഞാനിങ്ങനെ ഇവിടുത്തെ കുറിച്ചൊക്കെ പറയുമായിരുന്നു, പത്രമൊക്കെ അവർക്ക് കൊടുത്തു. എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ഞാൻ ഓർഫനേജിലൊക്കെ പോയി ഞാൻ ചെയ്യുമായിരുന്നു. കുഞ്ഞു പിള്ളേർക്കെല്ലാം എന്നാൽ പറ്റുന്ന സഹായങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിന് വീണ്ടും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് ഇത്രയും വർഷമായില്ലേ, ഇനി നോർമൽ ഒന്നും പറ്റത്തില്ല, IUI IVF കാണും. അപ്പം ഉറപ്പായിട്ടും എനിക്ക് IUI IVF താങ്ങാനുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് IUI വേണ്ട, IVF വേണ്ട, നീ തന്നെ എനിക്ക് തന്നാൽ മതി, എനിക്കൊരു കുഞ്ഞിനെ നീ തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മാതാവിനോട് നിരന്തരം ഞാൻ ശല്യപ്പെടുത്തി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 9 ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും നവംബർ 25 എനിക്ക് ഞാൻ പ്രഗ്നൻ്റാണെന്നറിഞ്ഞു. 10 വർഷങ്ങൾക്ക് ശേഷം അതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ കൺസീവ് ആയെങ്കിലും 7 വീക്സ് 8 വീക്കൊക്കെ ആയപ്പോഴത്തേക്കും അത് ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ട് സ്വയം അബോർഷൻ ആയിപ്പോയായിരുന്നു. അപ്പം നെക്സ്റ്റ് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, അയ്യോ എങ്ങനെയായിരിക്കും നെക്സ്റ്റ് സ്കാൻ, എങ്ങനെയായിരിക്കും. അന്നേരം ഞാനിവിടെ പ്രെയർ റിക്വസ്റ്റിൽ വിളിക്കും, അവർ പറയും ധൈര്യമായിട്ട് പോ, മാതാവ് നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയും. ആ ധൈര്യത്തിൽ ഞാനിങ്ങനെ ഓരോ മാസം, ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും ഇങ്ങനെ എൻ്റെ ലാസ്റ്റ് ഡെലിവറി ആകുന്നവരേക്കും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഈ പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ ഒക്ടോബറിൽ ഞാനിങ്ങനെ സ്വപ്നം കണ്ടായിരുന്നു, ജോസഫ് അച്ഛൻ ഇങ്ങനെ വന്ന് എൻ്റെ അടിവയറ്റിനെ ഇങ്ങനെ ബ്ലസ് ചെയ്തിട്ട് പറഞ്ഞു, നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചു, ഞാൻ പ്രഗ്നൻ്റാ, ഇനി എനിക്കൊന്നും ഒരു പോസിറ്റീവ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല, മാതാവ് എനിക്ക് ഉറപ്പായിട്ടും കുഞ്ഞിനെ തരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രഗ്നൻസി റിപ്പോർട്ട് പോസിറ്റീവായിട്ട് വന്നത്. പിന്നെ പ്രഗ്നൻസിയുടെ സമയത്തെല്ലാം ഒരുപാട് കുഞ്ഞിന് ഫസ്റ്റ് സ്കാനിൽ അനക്കമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, നീ എനിക്ക് തരണം, ഇനി എന്നെ ഇങ്ങനെ നീ വിഷമിപ്പിക്കരുത് മാതാവേ എന്നിങ്ങനെ പറഞ്ഞു. മാതാവ് ഓക്കെ ആയി, സ്കാൻ നോർമലായിരുന്നു. 2ാമത്തെ സ്കാനും 3ാമത്തെ സ്കാനും നോർമലായിരുന്നു. അതിനിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഹൈപ്പർ ടെൻഷൻ, ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും, ആ BP അതുണ്ടായിരുന്നു. അതിന് മെഡിസിൻ എടുത്തെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞു ടേം ഫുള്ള് കംപ്ലീറ്റ് ആകാൻ പറ്റത്തില്ലായിരിക്കും, ഒരു 28 വീക്ക് അല്ലെങ്കിൽ 34 വീക്സ് വരയ്ക്കും
കൊണ്ടുപോകാം, അത് കഴിഞ്ഞിട്ട് സിസേറിയൻ ചെയ്തിട്ട് ബേബിയെ NICUവിൽ വെക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ അതൊന്നും ഇടവരുത്തരുത്, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചു, നീ എനിക്ക് നടത്തി തന്നേ പറ്റൂ, 37ാമത്തെ ആഴ്ച വരെ നീ എന്തായാലും എന്നെ കൊണ്ടുപോയേ പറ്റൂ. അങ്ങനെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. മാതാവ് അനുഗ്രഹിച്ചു എന്നെ. 28ാമത്തെ ആഴ്ച കഴിഞ്ഞു, നോർമലാ, കുഞ്ഞ് BP ഒക്കെ നോർമലാ. മാം ഡോക്ടർ പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാം, 32ാമത്തെ ആഴ്ച കണ്ടിന്യൂ ചെയ്യാം, 34 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ 37ാമത്തെ ആഴ്ച എത്തി. അന്നേരത്തേക്കും എൻ്റെ BP 160/90 എത്തി. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി നമ്മൾ വെക്കുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, സോ നമുക്ക് അഡ്മിറ്റ് ആകാം. എന്നിട്ട് അവരെന്നോട് LSCS ആദ്യം പറഞ്ഞു. അപ്പം എനിക്ക് നോർമൽ ഡെലിവറി ഭയങ്കര പേടിയായിരുന്നു. ഞാൻ തന്നെ ഡോക്ടേഴ്സിനോട് അങ്ങോട്ട് ചോദിച്ചു എനിക്ക് LSCS തരാമോ. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇല്ല, LSCS തരാൻ പറ്റത്തില്ല, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് LSCS പറ്റത്തില്ല, നോർമലി തന്നെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നോർമലി ഡെലിവറി കണ്ടക്ട് ചെയ്തു. അമ്മ എനിക്ക് നല്ലൊരു മോളെ അനുഗ്രഹിച്ചു. ജൂലൈ 8 അവൾ പ്രസവിച്ചു. മാതാവും എന്നെ അനുഗ്രഹിച്ച് നല്ലൊരു മോളെ തന്നു. അതുപോലെ മമ്മി ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു. 35 വർഷമായിട്ട് ഞങ്ങൾക്ക് ഭവനം ഉണ്ടായിരുന്നില്ല. അപ്പം അനിയന് കല്യാണ ആലോചന വരുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അവിടെ ബാംഗ്ലൂരിലാണ്. അപ്പം വീടില്ലാത്തത് കൊണ്ട് ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ മമ്മി ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. കല്യാണം ഫിക്സായി. ഞങ്ങൾക്ക് ഇവിടെ 35 വർഷത്തിന് ശേഷം ഇവിടെ ഒരു നല്ല വീട് മാതാവ് അനുഗ്രഹിച്ചു. അനിയൻ്റെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ 3 അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നു. മാതാവ് തന്ന ഓരോ അനുഗ്രഹത്തിനും നന്ദിയോടെ സ്തുതി. ആദ്യം ഞാൻ കൊന്തയൊന്നും എത്തിക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിശ്വാസം കൂടി. പിന്നെ മാതാവിന് ഞാൻ 5 കൊന്തയും വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും എന്നാൽ പറ്റുന്ന പോലെ ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ 10 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ ഈ മകൾ പറഞ്ഞത്. അതിൽ ഏറെ പ്രധാനപ്പെട്ടത് അവർ ആദ്യം അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ വാക്കുകളെല്ലാം കേട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്ന സമയത്താണ് ഇങ്ങനൊരു സാക്ഷ്യം കേട്ട് ഇവിടെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തിന് സാക്ഷ്യം പറയണം എന്നുള്ള ചോദ്യത്തിനും ഒരു ഉത്തരം ഇത് തന്നെയാണ്. മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾക്ക് ഒരു കാരണമാകാൻ വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നതും. ഒപ്പം ഒരു ദൈവാനുഭവത്തിലേക്ക് ഒരാൾ കടന്നു വരാനായിട്ട് നമ്മുടെ സാക്ഷ്യം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും തന്നെയാണ് നമ്മൾ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇവരോട് പറയുന്നത്. ഏറെ പ്രത്യേകിച്ച് അങ്ങനൊരു സാക്ഷ്യം കണ്ട് ഇവിടെ വന്നു. ഇപ്പം എല്ലാം നേരത്തെ പറഞ്ഞ സാക്ഷ്യങ്ങളെപ്പോലെ തന്നെ മാതാവിനോട് വളരെ അടുപ്പത്തിൽ വാശി പിടിച്ച് പ്രാർത്ഥിച്ച് പോയി മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവണമെന്ന് വാശി പിടിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നതും, ഒപ്പം ബഹുമാനപ്പെട്ട അച്ഛനെ സ്വപ്നം കണ്ടു